ഇന്ന് ഒരു രാജകീയ വിടവാങ്ങലിന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു. നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിന്റെ പ്രതീകങ്ങളായ MiG-21 യുദ്ധവിമാനങ്ങൾ അങ്ങനെ വിരമിച്ചിരിക്കുന്നു. 62 വർഷം നമ്മുടെ ഇന്ത്യൻ ആകാശം കാത്ത MiG-21 യുദ്ധവിമാനങ്ങൾക്കായിരുന്നു ഇന്ന് രാജകീയ വിടവാങ്ങൽ നൽകിയത്. ഇന്ത്യൻ പ്രതിരോധത്തിന്റെ വർക്ക് ഹോഴ്സ് എന്നറിയപ്പെടുന്ന MiG-21 യുദ്ധവിമാനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വേഗത്തിൽ കുതിച്ച് ഞൊടിയിടയിൽ പറന്നു പോകാൻ കഴിവുള്ള ഒരു യുദ്ധവിമാനമാണ് MiG-21. ഒറ്റ എഞ്ചിൻ യുദ്ധവിമാനം കൂടിയാണ് MiG-21. ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായ MiG-21 യുദ്ധവിമാനങ്ങൾക്ക് പ്രൗഢോജ്വലമായ യാത്രയയപ്പാണ് നൽകിയത്. 2 ഫോർമേഷനുകളിലെ 6 MiG യുദ്ധവിമാനങ്ങളാണ് ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഇന്ന് പറന്നു പൊങ്ങിയത്. സ്ക്വാഡ്രൺ ലീഡർ പ്രിയ ശർമ്മയുടെ നേതൃത്വത്തിലാണ് MiG-21 യുദ്ധവിമാനങ്ങളുടെ അവസാന ടേക്ക് ഓഫ്. ലാൻഡിങ്ങിന് ശേഷം വാട്ടർ സല്യൂട്ട് നൽകിയാണ് വ്യോമസേന MiG-21 യുദ്ധവിമാനങ്ങൾക്ക് ആദരമർപ്പിച്ചത്. തുടർന്ന് സ്ക്വാഡ്രൺ ലീഡർ പ്രിയ ശർമ്മ ഫോം 700 വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗിന് കൈമാറിയതോടെയാണ് MiG-21 യുദ്ധവിമാനങ്ങൾ വ്യോമസേനയിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചത്. ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ പ്രതീകമെന്നാണ് MiG-21 യുദ്ധവിമാനത്തെ വിശേഷിപ്പിച്ചത്. या केवल एक युद्ध तक सीमित नहीं रहा है। 1971 के वार से लेकर कारगिल के युद्ध तक या फिर बालाकोट एयर स्ट्राइक से लेकर ऑपरेशन सिंदूर तक ऐसा कोई क्षण नहीं रहा जब MiG-21 ने हमारी आर्म फोर्सेस को जबरदस्त मजबूती न प्रदान की हो. ഏറ്റവും കൂടുതൽ കാലം വ്യോമസേനയ്ക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച MiG-21 യുദ്ധവിമാനങ്ങൾ വിട പറയുമ്പോൾ പകരമെന്തെന്ന ചോദ്യം ഉയരുന്നുണ്ട്. MiGന് പകരക്കാരനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് പോർവിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഏതൊരു കാലാവസ്ഥയിലും പറന്നു പോകാനും ഇറങ്ങാനും ഒക്കെ ഉള്ള ഒരു കഴിവുണ്ടായിരുന്ന ഒരു യുദ്ധവിമാനമാണ് MiG. ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് കൃഷ്ണനൊപ്പം B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.